കാബൂൾ എയർപോർട്ടിന്റെ പുറത്ത് അപ്പന്റെ ഒപ്പം ആടിനെ പുല്ലെറുക്കാൻ വന്നതായിരുന്നു കുഞ്ഞാപ്പി. ദൂരെ വിമാനങ്ങൾ പറന്നിറങ്ങുന്നത് കാണാനാണ് അവൻ എന്നും അവിടെ വരാറ്. വിമാനങ്ങൾ കുഞ്ഞാപ്പിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പന്റെ കണ്ണ് വെട്ടിച്ച് അവൻ എയർപോർട്ട് ഗേറ്റിന്റെ ഇടയിലൂടെ അകത്തേക്ക് കയറി. ഒരുവിധം സെക്യൂരിറ്റി ചേട്ടന്മാരുടെ കണ്ണ് വെട്ടിച്ച് വിമാനത്തിന്റെ അടുത്ത് ചെന്നു. എന്റെ ഉമ്മാ, എന്തൊരു മുട്ടൻ വിമാനമാ! വാതിലുകളെല്ലാം അടച്ച് വിമാനം ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയായിരുന്നു. വിമാനം ഇപ്പോ പോകും എന്ന് തോന്നിയപ്പോൾ കുഞ്ഞാപ്പിക്ക് പെട്ടെന്നൊരു കൗതുകം തോന്നി. പിൻചക്രങ്ങളുടെ ക്യാബിന്റെ തുറന്ന വാതിലൂടെ അവൻ അകത്തേക്ക് നൂണ്ട് കയറി. ഇടുങ്ങിയ സ്ഥലമാണെങ്കിലും കുഞ്ഞാപ്പി ഹാപ്പിയായി. ആമിനയുടെ കൂടെ സാറ്റ് കളിക്കുമ്പോ ആട്ടിൻകൂട്ടിന്റെ അടിയിൽ പാത്തിരിക്കുന്നത് പോലെ. പക്ഷേ വിമാനം പറന്നുയർന്നപ്പോ കഥ മാറി. കുഞ്ഞാപ്പി തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. ഓക്സിജന്റെ അളവ് കുറഞ്ഞപ്പോൾ ശ്വാസം മുട്ടാൻ തുടങ്ങി. കുഞ്ഞാപ്പി വെപ്രാളത്തോടെ ഉച്ചത്തിൽ വിളിച്ചു, ഓ ഹ്രീ കുട്ടിച്ചാത്ത! വിളി കേട്ടതും എവിടെ നിന്നോ മായാവി പാഞ്ഞു വന്ന് രണ്ട് ചീത്ത വിളിച്ചു. എടാ പേട്ട് ചേർക്ക, ഇത് നിന്റെ ആട്ടിൻകൂടല്ല കേറി പാത്തിരിക്കാൻ. എനിക്ക് പേടിയാവുന്നു മായാവി, അയ്യോ! മായാവിക്ക് പാവം തോന്നി. അവൻ വേഗം പുറത്തേക്ക് ശക്തിയായി ഊതാൻ തുടങ്ങി. പുറത്തേക്ക് പോയ കാർബൺ ഡൈ ഓക്സൈഡിനെ മായാവി മുള്ളുവടി കൊണ്ട് രണ്ടായി വിഘടിപ്പിച്ച് കാർബണും ഓക്സിജനും ആക്കി. പതിയെ ഓക്സിജൻ ആ കമ്പാർട്ട്മെന്റിൽ നിറഞ്ഞപ്പോൾ കുഞ്ഞാപ്പിക്ക് ശ്വാസം കിട്ടാൻ തുടങ്ങി. കാർബൺ ചുറ്റുമുള്ള വായുവിനെ ചൂടുപിടിപ്പിച്ച് അവിടുത്തെ തണുപ്പും കുറച്ചു. മായാവി അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്പീക്കറിൽ മറ്റൊരു പാട്ട് വെച്ചു കൊടുത്ത് സ്നേഹത്തോടെ അവനെ ഉപദേശിച്ചു, ഇനി മേലാൽ ഇമാതിരി പണിയൊന്നും ചെയ്യരുത് കേട്ടോ. വിമാനം ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോൾ തുറന്ന വാതിലൂടെ ചക്രത്തിന്റെ ഇടയിലൂടെ കുഞ്ഞാപ്പി താഴേക്ക് ഇറങ്ങി. അവനെ കണ്ടതും സെക്യൂരിറ്റി ഓടി വന്ന് അവനെ പിടികൂടി. അവർക്കാർക്കും വിശ്വസിക്കാനായില്ല ഇവൻ എങ്ങനെ ജീവനോടെ ഇവിടെ എത്തിയെന്ന്. കുഞ്ഞാപ്പി അതിശയത്തോടെ പറഞ്ഞു, അതിന് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, മായാവി കൂടി ഉണ്ടായിരുന്നു. അവർ വേഗം ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അവിടെ കുഞ്ഞാപ്പിയുടെ സ്പീക്കറിനടുത്ത് ആ രക്ഷകന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടായിരുന്നു. ലാൻഡിംഗ് ഗിയറിനുള്ളിലിരുന്ന് യാത്ര ചെയ്ത പലരും മരണപ്പെട്ടപ്പോൾ കുഞ്ഞാപ്പി അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അവൻ വിളിച്ചത് സാക്ഷാൽ മായാവിയാണ്. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.